ഹലോ. അങ്ങനെ സൂപ്പർമാൻ കണ്ടു. ഇവിടെ ഒരു ഏർലി സ്ക്രീനിങ് ഉണ്ടായിരുന്നു ട്യൂസ്ഡേ. സോ അതുകൊണ്ട് കുറച്ച് നേരത്തെ കാണാൻ പറ്റി. പക്ഷേ പടം ഓവറോൾ എനിക്കൊരു നോട്ട് ബോറിങ് വൺ ടൈം വാച്ച് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഭയങ്കര ജങ്കൻ പടമായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോഴും വുഡ് ബി ഫൺ വാച്ച്. ദാറ്റ്സ് വാട്ട് ഐ ഗോട്ട് ഫ്രം ദ മൂവി. സോ ഐ വാസ് നോട്ട് ഡിസപ്പോയിൻറ്റഡ്. പടത്തിൽ ഭയങ്കര ത്രില്ലിംഗ് മൊമെൻറ്റ്സും ഇല്ല, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഭയങ്കര ബോറിംഗ് മൊമെൻറ്റ്സും ഒന്നുമില്ല. പടം ഒരു ഫ്ലോയിൽ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഹാഫ് ഇസ് പ്രെറ്റി പ്ലെയിൻ, നോട്ട് മച്ച് ഹാപ്പനിങ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ട് പടം തീരും. നമ്മൾ ആ ഒരു ജെയിംസ് ഗൺ ലെവൽ ഫണ്ണ് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാൻ ചാൻസ് കുറവാണ്. പടം പറയുമ്പോൾ ഒരു ഒറിജിൻ സ്റ്റോറി ആണെങ്കിലും അങ്ങനത്തെ ഓവറോൾ ഫ്ലാഷ് ബാക്സോ അല്ലെങ്കിൽ ഒറിജിൻ മൊമെൻറ്റ്സോ ഒന്നും ഭയങ്കരമായിട്ട് കാണിക്കണമെന്നില്ല. നമ്മൾ പടം തുടങ്ങുമ്പോൾ തന്നെ സ്ട്രേറ്റ് ഇൻ ദ മൂവിയാണ്. സൂപ്പർമാൻ കാരണം ഒരു ഇഷ്യൂ ഉണ്ടായി, എന്നിട്ട് ആ ഇഷ്യൂവിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലോട്ടാണ് നമ്മൾ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യണത്. എന്നിട്ട് അവിടെ തൊട്ട് പടം മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ പടത്തിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സൂപ്പർമാനെ ഭയങ്കര ഹ്യൂമനൈസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. സംഭവം മച്ചാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആംഗ്രി ആവും, പിന്നെ കാര്യങ്ങൾ ഇവനെ ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കും. നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ പോലെ ചില പെറ്റി കാരണങ്ങൾ കൊണ്ട് ചൂടാവും, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഭയങ്കരമായിട്ട് ഹ്യൂമനൈസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴേക്കും ഡ്യൂഡ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫൺ മോഡിൽ മച്ചാൻ നടക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവം. ക്ലാർക്കിൻ്റെ ആയിട്ടുള്ള സീൻസൊക്കെ ഭയങ്കര കുറവാണ്. അതിനെയും ഭയങ്കര ഡിസ്റ്റിങ്വിഷ് ചെയ്യാനൊന്നും ഇവർ ശ്രമിച്ചിട്ടുമില്ല. പിന്നെ ഈ ഹ്യൂമനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോഴും അതും പ്രട്ടി മച്ച് എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ജെയിംസ് ഗൺ ഒരു എഫക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ജെയിംസ് ഗൺ സൈഡുള്ള പോലെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കോമഡി അടിക്കും, അങ്ങനത്തെ ഒരു മോഡിൽ. സോ പടം ഓവറോൾ ഒരു സീരിയസ് മോഡ് പിടിക്കാനേ ശ്രമിക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിലൊരു ഫൺ വാച്ച് ആക്കാനാണ് ജെയിംസ് ഗൺ ട്രൈ ചെയ്ത പോലെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് ആസ് ഫൺ ആസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗാർഡിയൻ ഓഫ് ഗാലക്സി ഒക്കെ. പടത്തിലെ കുറച്ചെങ്കിലും സീരിയസ് മൊമെൻറ്റ്സ് നമുക്ക് കിട്ടുന്നത് പാരൻസിനെ കാണിക്കുമ്പോഴാണ്. അത് ഭയങ്കര ഷോർട്ടാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ദാറ്റ് സീൻ വർക്ക് ഫോർ മീ. കുറച്ചൊരു ഇമോഷണൽ കൈൻഡ് ഓഫ് ഇതൊക്കെ, പക്ഷേ അതും പെട്ടെന്ന് തീരും. സഡപടി എന്നുകൊണ്ട് സംഭവം തീരും. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനക്കം വന്നത് കുറച്ച് ക്രിപ്റ്റോൻ്റെ സീൻസ് ആയിരുന്നു. ഡോഗിൻ്റെ കുറച്ചധികം സീനുകളുണ്ട് നല്ല ഫണ്ണായിട്ട്. അതിനാണ് മോസ്റ്റ്ലി തിയേറ്ററിൽ എന്തെങ്കിലുമൊക്കെ ചിരിയും ഒച്ചയും ബഹളമൊക്കെ കേട്ടത് തന്നെ. ബാക്കി മോസ്റ്റ്ലി പടത്തിൽ വലിയ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പടത്തിലെ 2-3 മെയിൻ ക്യാരക്ടേഴ്സ് വെച്ച് ബാക്കി എല്ലാവരും ഒരു ജനറിക് റോൾസ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഒന്നും നമ്മളെ ഡിഫൈൻ ചെയ്ത് കാണിക്കുന്നില്ല. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ ജസ്റ്റ് അവനിതാണ് അത് ചെയ്യും, ഇവനിതാണ് അത് ചെയ്യും, ആ ഒരു മോഡലാണ്. പിന്നെ ഇങ്ങനെ റാൻഡം ഭയങ്കര ഈസി ആയിട്ട് ഉള്ള ക്യാരക്ടേഴ്സ്, ഇൻഫ്ലുവൻസർ ഗേൾ, അങ്ങനത്തെയൊക്കെ കൈൻഡ് ഓഫ് കുറേ ലേസി റൈറ്റിംഗ് ഉള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അതൊക്കെയാണ് നമുക്ക് പടത്തിൽ മൊത്തത്തിലൊരു അത്രയും സ്റ്റാൻഡ് ഔട്ടായിട്ട് തോന്നാത്തത്. പിന്നെ നമ്മുടെ പുതിയ സൂപ്പർമാൻ ഡേവിഡ് കോറൻസ്വേറ്റ് മച്ചാനെ എനിക്കിഷ്ടപ്പെട്ടു. മച്ചാൻ നൈസാണ് ഓവറോൾ. പക്ഷേ മോസ്റ്റ്ലി സംഭവിക്കാൻ പോണത് നമ്മളൊരു കമ്പാരിസൺ വരുമ്പോൾ ഹെൻറി കാവിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ചാൻ അടുപ്പിക്കാൻ പറ്റില്ല. ആ ടൈപ്പ് ഒരു ഹെവി റോളാണല്ലോ മച്ചാൻ്റെ സൂപ്പർമാൻ അവൻ ചെയ്തു വെച്ചേക്കണത്. സോ ഇതിലൊരു ഫൺ മോഡ് പിടിച്ചേക്കുന്നുണ്ട്. ആ റോളിൽ നൈസാണ് മച്ചാൻ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഭയങ്കര സിമിലാരിറ്റിയാണ്. നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ സീനുകളൊക്കെ കാണുമ്പോൾ ഇത് പക്ക ഹെൻറി കാവിലാണല്ലോ എന്ന് നമുക്ക് തോന്നിക്കുന്ന പോലെ സിമിലാരിറ്റി തോന്നുകയും ചെയ്യും. പിന്നെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് നിക്കോളസ് ഹോൾട്ട് ആണ് ലെക്സ് ലൂത്തറായിട്ട് ആക്ട് ചെയ്തേക്കുന്നത്. സോ ഐ വാസ് ലൈക്ക് മേ ബി അടിപൊളിയായിരിക്കും മച്ചാൻ്റെ ആക്ടിങ് വൈസൊക്കെ. എനിക്ക് മച്ചാനെ ഭയങ്കര ഇഷ്ടമാണ് കുറേ റോൾസൊക്കെ. സോ ഇതിൽ തകർക്കുമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ മച്ചാനെ കിട്ടിയേക്കണ 1-2 സീൻസ് തകർത്തിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ ക്യാരക്ടറേ വലിയ കാര്യമൊന്നും ഇല്ല. സോ അതുകൊണ്ട് മച്ചാനെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒക്കെ മച്ചാൻ ചെയ്തു. പക്ഷേ നമുക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷനൊന്നും ഉണ്ടായില്ല. ഈവൻ VFXൻ്റെ കാര്യം പറയുമ്പോഴും കുറേ സീനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറേ VFX വരുമ്പോഴത്തെ മോഷനൊക്കെ ഭയങ്കര ഒരു കാർട്ടൂണി കൈൻഡ് ഓഫ് ലെവലിൽ നമുക്ക് തോന്നുന്നുണ്ട്. അതിനെ അവർ കോമിക്കൽ ലെവലിൽ പിടിച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ ചില VFX ഉള്ള സീൻസിൽ ഇങ്ങനെ മോഷനൊക്കെ ഭയങ്കര അബ്രപ്റ്റായിട്ടും നമ്മൾ നോർമലായിട്ട് മനുഷ്യന്മാർ ചെയ്യുന്ന പോലത്തെ ഒരു ലെവലല്ലാത്ത പോലത്തെ ഒരു സംഭവമൊക്കെ. പക്ഷേ അത് ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് ചില സീൻസിലൊക്കെ എന്തോ പോലെ തോന്നി. പക്ഷേ ഓവറോൾ വാസ് റിയലി നൈസ്. പിന്നെ ഞാൻ സൂപ്പർമാൻ ഇങ്ങനെ കോമിക്സോ അതൊന്നും വായിച്ചിട്ടൊന്നുമില്ല. എനിക്കാകെ മൂവീസ് കണ്ടുള്ള വിവരമൊക്കെ ഉള്ളൂ. സോ അതുകൊണ്ട് ഇതിനകത്ത് ഇനി വലിയ എന്തെങ്കിലും ഈസ്റ്റർ എഗ്സോ അല്ലെങ്കിൽ വേറെ റെഫറൻസുകളോ സംഭവമൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആക്ച്വലി. സോ ഓവറോൾ എനിക്ക് തോന്നിയത് ജെയിംസ് ഗൺ ഇതൊരു ഫൺ വാച്ചായിട്ടാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ആ ഒരു ലെവലിൽ പടം ഓക്കെയാണ്. എനിക്കൊരു വൺ ടൈം വാച്ച് നമുക്ക് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാം. പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ടേക്ക് അവേ ഉള്ളതായിട്ട് തോന്നിയില്ല. സോ നത്തിങ് സ്റ്റാൻഡ്സ് ഔട്ട്, എന്നാൽ നത്തിങ് ഈസ് ബോറിങ്. സോ നമുക്ക് ജസ്റ്റ് വൺ ടൈം കണ്ട് ആസ്വദിച്ച് പോരാം. സോ അതാണ് പടം കണ്ടിട്ട് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾ പടം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് പറയുക. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.